അപ്പോൾ ഇത് സൺഡേ എടുത്തൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. സൺഡേ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ എണീക്കുന്നത് പതുക്കെയായിരിക്കും, കഴിക്കുന്നതും അതുപോലെ തന്നെ. ഞാൻ കാലത്ത് ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അത് താഴെ ഒരു ചേച്ചി കൊണ്ടുവന്നത്, അപ്പോൾ അത് കഴിച്ചു നോക്കായിരുന്നു. പിന്നെ പുറത്ത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, തുണികളെല്ലാം അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും മോളുടെ ഷൂകളെല്ലാം വൈറ്റും ബ്ലാക്കും സ്കൂളിലേക്ക് ഇട്ടിട്ട് പോകുന്ന ഷൂകളെല്ലാം അലക്കിയിടാൻ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ചെരുപ്പും എല്ലാം വാഷ് ചെയ്തിട്ടു. വെയിലുള്ളത് കൊണ്ട് തന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും ഉണങ്ങും കേട്ടോ. അത് കഴിഞ്ഞ് പ്ലമ്മിൻ്റെ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞത്. ഞാൻ കാലത്തവർക്ക് ഇഡലി സാമ്പാർ ചമ്മന്തി ഉണ്ടാക്കിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രത്തിൽ അവർ തിരിച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. ബിരിയാണിയാണെന്ന് പറഞ്ഞതും വിശക്കണമെന്ന് പറഞ്ഞെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക ഒറ്റയ്ക്ക് തന്നെ. സലാഡും ബിരിയാണിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഉച്ചത്തേക്ക് കറികളൊക്കെ വെക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. ചോറ് വെച്ചിരുന്നു, പിന്നെ നങ്കിമീനും വറുത്ത് പപ്പടവും വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി കണ്ടപ്പോൾ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല, കാരണം അതിൽ 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. മോളും കഴിച്ച്, പിന്നെ ഞാനും ചേട്ടനും കഴിക്കാനുള്ളതും അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ. പിന്നെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവൾ അതിനിടയിൽ എനിക്ക് വാരി തരണം എന്ന് പറഞ്ഞു. ഒരു വായി എനിക്കും തന്നു, അവൾക്കും കൊടുത്തു. ബിരിയാണി ആയതുകൊണ്ട് തന്നെ അവൾ മൊത്തത്തിൽ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉറക്കമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കൊണ്ട് പാർക്കിലോട്ട് ഇറങ്ങും. അപ്പോൾ പാർക്കിലേക്ക് പോയി കളിക്കുന്നതാണിത്. ആ ഒരു ബൊമ്മക്കുട്ടി അത് എന്ന് കിട്ടിയോ അന്ന് തൊട്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. തൊട്ട് റൂമിലുള്ളൊരു ചേച്ചി ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു അവൾക്ക് കളിക്കാനായിട്ട്. അപ്പോൾ എന്നും അതുകൊണ്ട് തന്നെയാണ് നടത്തം. പാർക്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പാർക്കിലുള്ള സംഭവത്തിന് കളിക്കുക. ഇവിടെ നേരെ തിരിച്ചാൽ അവളുടെ ഒറ്റയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ട് കളിച്ചോളും. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ വന്ന് നേരെ പുറത്ത് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഷൂവിൻ്റെ അകത്തുള്ള ആ ബോഡി കാർഡായിരുന്നു, അതും മാറ്റി. അപ്പോൾ അതാദ്യം മാറ്റി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് മട്ടൻ മേടിക്കാനാണ് കേട്ടോ. ഞായറാഴ്ചയല്ലേ, അപ്പോൾ വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നായിരുന്നു. ഇവിടെ അധികം വൈകുന്നേരങ്ങളിൽ തന്നെയായിരുന്നു നോൺ വെജ്. ഇതെല്ലാം പോകുന്ന വഴിക്കുള്ളതാണ്. ചിക്കനും മീനൊക്കെ ആണെങ്കിൽ അടുത്ത് കിട്ടും. മട്ടനെ കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ. ഇത് കാണുന്ന ഈ ജീപ്പ്, ഇവിടെ ബസ്സൊന്നുമില്ല. ആ കാണുന്ന ജീപ്പ് കണ്ടോ, അതിലാണ് പോകുന്നതും വരുന്നതും ഒക്കെ. ഇവിടുത്തെ റോഡ് മൊത്തം വളവും തിരിവുമാണ്, അതുകൊണ്ട് ബസ്സൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മട്ടൻ കട എത്തി. ഏട്ടകത്ത് ചെന്ന് മട്ടൻ മേടിച്ചു. ഞങ്ങൾ വെളിയിൽ നിന്നു. അങ്ങനെ മട്ടനെല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ വീടെത്തിയതിന് ശേഷം അത് വെക്കാനുള്ള തിരക്കിലായിരുന്നു. വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കറണ്ട് പോയി. പിന്നെ കറണ്ട് വരാൻ തന്നെ ഒരുപാട് ലേറ്റായി. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കിടന്നതിന് ശേഷമാണ് കറണ്ട് വന്നത്. അപ്പോൾ ഇത്രയ്ക്ക്